Good morning, students. Good morning, teacher. സുപ്രഭാതം. എല്ലാവരും ഇന്നലത്തെ ഡയറി എഴുതിക്കൊണ്ട് വന്നായിരുന്നോ? വന്ന് ടീച്ചറെ വന്നേ. അപ്പൊ ഓരോരുത്തരെ അവരുടെ ബുക്കുകൾ തരൂ. ഇതാ ടീച്ചർ. ഇന്നലെ ഞാൻ അതിരാവിലെ എണീറ്റു. വല്ല മൂത്രം ഒഴിക്കാൻ എണീറ്റതായിരിക്കും. എണീറ്റപ്പോൾ കുയിലുകളുടെ സംഗീതം ഞാൻ കേട്ടു. ഇതൊക്കെ ഏത് കുയില ടീച്ചറെ? നാട്ടൊന്നും കേക്കല്ല. വല്ലപ്പോഴും രാവിലെ എണീക്കണം. കുളിച്ചൊരുങ്ങി ആഹാരമൊക്കെ കഴിച്ച് ഉപ്പാക്കൊരു ഉമ്മയും കൊടുത്ത് ഞാൻ സ്കൂളിലേക്ക് പോയി. എന്താ വല്ലത്തെ ചന്തിയിലാന്ന് ഉമ്മ തന്ന ചൂരൽ വെച്ച്. സ്കൂളിൽ വന്നപ്പോൾ സുന്ദരിയായ പീന ടീച്ചർ എന്നെ പഠിപ്പിച്ചു. ടീച്ചറെ പാത്തുന്നത് കണ്ണാടി വാങ്ങിച്ചു കൊടുക്കണം. കണ്ണിന് എന്തോ ഒരു തകരാറുണ്ട്. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ എടുത്തപ്പോൾ പക്രു തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോയി. പൊരുത്തമീനുള്ളതുകൊണ്ട് എടുത്തോണ്ട് പോയതാണ് ടീച്ചറെ. അതൊക്കെ എഴുതി വിത്തേക്കാണ് അവള്. വൈകുന്നേരമായപ്പോൾ ദേശീയ ഗാനം പാടി ഞാൻ വീട്ടിൽ വന്നു. ആഹാരം കഴിച്ചു, ഹോംവർക്ക് എഴുതി കിടന്നുറങ്ങി. വെരി ഗുഡ് പാത്തു. താങ്ക് യു ടീച്ചർ. വെരി ഗുഡ് കാണുള്ളതൊന്നും അതിനകത്തില്ല. നിന്റെ ബുക്കും എടുത്താണ്, നീ എഴുതിയതൊന്ന് നോക്കട്ടെ. ദാ ടീച്ചർ, ടീച്ചർ എനിക്ക് വെരി വെരി ഗുഡ് തരും. ഞാൻ രാവിലെ എണീറ്റു, സ്കൂളിൽ പോയി തിരിച്ചു വന്നു, ആഹാരം കഴിച്ചു, കിടന്നുറങ്ങി. ഇതെന്തരടാ? എന്തിനു ടീച്ചറെ ഉള്ളപ്പോൾ എത്ര വെളുത്ത് വാരി എഴുതുന്നത്? ഇത്ര എഴുതിയാ പോരെ? എന്റെ പക്രു, ഡയറി എഴുതുമ്പോ നീ ആ ദിവസം കണ്ട കാര്യങ്ങളെല്ലാം എഴുതണം. നാ ഒന്നും കണ്ടില്ല ടീച്ചറെ. അതെന്ത്? കണ്ണു പൊത്തിയാണ് നടന്ന. നീ ഇന്നലെ ഇതുപോലെയല്ലേ എഴുതിക്കൊണ്ട് വന്ന? ഞാൻ രാവിലെ എണീറ്റു, പല്ല് തേച്ചില്ല, സ്കൂളിൽ പോയി തിരിച്ചു വന്നു. പക്രു കള്ളം പറയൂല ടീച്ചറെ. മിനിങ്ങാൻ ഞാൻ പല്ല് തേച്ചില്ല. നാളെയും മറ്റന്നാളും അവധിയാണ്. തിങ്കളാഴ്ച നീ വരുമ്പോ നിന്റെ ഡയറിയിൽ ഈ 2 ദിവസം നടന്ന കാര്യങ്ങൾ എഴുതിക്കൊണ്ട് വന്നില്ലെങ്കിലാണ്. ആകാശത്ത് ആരെ നോക്കിയിരിക്കണ? കുയില് പാത്ത് പാന്ന് നോക്കുന്ന വല്യത്ത. സ്കൂൾ ഡയറിയുടെ ഒരുപാട് പാടുപെടേനല്ലേ? എന്ത് ചെയ്യാൻ വല്യത്ത? ഞാൻ നോക്കിയിട്ട് കുയില് പോയിട്ട് ഒരു കാക്ക പോലും വിളിക്കാനില്ല. കാക്ക വിളിത്ത് രാവിലെ കാക്ക കൊരച്ചു. എന്റെ പൊന്നു മക്കളെ, ഇതൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നീ എന്താണോ കാണുന്നത് അതങ്ങ് ബുക്കിൽ എഴുതിയാ മതി. മനസ്സിലായില്ല? അതായത് ഞാൻ ഇപ്പൊ വാഴയ്ക്ക് തളെടുക്കാൻ പോവുകയാണ്. നീ ഇവിടെ എന്റെ കൂട്ടിന് വന്ന്. അപ്പോൾ ഡയറിയിൽ എന്താ എഴുതണം? വല്യച്ഛൻ വാഴയ്ക്ക് തളെടുക്കാൻ പോയി, കൂട്ടിന് ഞാനും ചെന്നു. എങ്കിൽ വല്യത്തവ നമുക്ക് വാഴയ്ക്ക് തടയതാ. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ശരീരങ്ങളുടെ പരിപാടിയൊന്നും വയ്യ. മക്കളൊരു കാര്യം ചെയ്യും, വല്യമ്മയെ മഹേഷ് മാമനും ജിത്തു അമ്മനെ അകത്തെന്താണ് ചെയ്തെന്ന് നോക്കിയിട്ടേ അതിങ്ങ് ഡയറി എഴുത്. വല്യത്തും പറഞ്ഞ പോലെ ഞാൻ എഴുതി. ഇത്ര പെട്ടെന്ന് എഴുതിയാ? രാവിലെ കാക്ക കുരച്ചു, വല്യമ്മയും മഹേഷ് മാമനും ജിത്തുമാമനും വെട്ടിയിട്ട വാഴത്തണ്ട് കണക്ക് കിടന്നുറങ്ങുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം മോനെ. നീ ഒരു കാര്യം ചെയ്യേ, അകത്ത് നോക്കി എഴുതാൻ നിൽക്കണ്ട. പുറത്തു പോയി നല്ല കാഴ്ചകളൊക്കെ കണ്ടേ, ആൾക്കാരെയൊക്കെ കണ്ട് അവരെയൊക്കെ പറ്റി എഴുതി കേട്ടാ. സദാ പുറത്തിറങ്ങി ആർക്കെങ്കിലും തോത്ത് എഴുതാന്നപ്പോ ഒരു മനസ്സെക്കൊന്നു പോലും ഇല്ല. അതാ അവിടെ നിക്കുന്ന മാമാ. എന്താ കൊച്ചിറക്ക? തേളണി മാമൻ. നാട്ടിലെ മുതുക്ക് ഗുന്ത തേളണി മാമനെ ഞാൻ കണ്ടു. എന്തിനടാ ബുക്കിൽ എഴുതിയ? സ്കൂൾ ഡയറി മാമ. ദിവസം നടക്കുന്ന കാര്യങ്ങളെ ടീച്ചർ എന്താ തെരിക്കൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു. ഗുണ്ടാന്ന് തെറ്റാതെ തന്നെയല്ലേ എഴുതിയത്? അതെന്നാ? അല്ലെങ്കിൽ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റൂല. മാമ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്തോന്ന്? സ്കൂൾ ഡയറി എഴുതാനേ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പൊ ഒന്ന് സഹായിക്കുമെന്നാ? അതിനൊന്നും എനിക്ക് സമയമില്ല, വേറെ പണിയുണ്ട്. എന്തത് പണി? അതൊന്നും കൊച്ചു പിള്ളേർ അറിയേണ്ട ആവശ്യമില്ല. മാമ എന്നെ സഹായിക്കാതെ ഞാൻ തോക്കോബോർ വാങ്ങിച്ചു തരാം. ചോക്കോബാറേ? നാരങ്ങ മുട്ടായി വാങ്ങിച്ചു തരോ? എങ്കിൽ നീ എഴുതാൻ റെഡി ആയിക്കോ. ഇങ്ങോട്ട് വേടാ. എന്തരണ്ണ? എന്തരണ്ണ? എഴുത്.
തേള് മാമൻ ഒരുത്തനെ അതിത്തു. ആഹാ എങ്കി പിടിച്ചോ. ഏതാ മക്കളെ നീ? തേള് മാമൻ കൊടുത്ത അതി വീണ്ടെടുത്തു. എന്റെ പിള്ളേരെ മുഴിച്ച് നാണം കെടുത്താടാ. അയ്യോ ചന്തു പേരും കൂത്ത അതിയോ തതി. എനിക്കെന്ത് സ്കൂൾ ഡയറി എഴുതിയാ പോലെ എന്തെങ്കിലും. തേളിന്റെ കൈ ഒതിന്നു. തേളിന്റെ കാതൊതിന്നു. അവസാനം തേള് മാമനെ ആംബുലൻസിൽ കൊണ്ടുപോയി. മക്കളെ എല്ലാം എഴുതിയെടുത്തല്ല, പറഞ്ഞ മിഠായി മാറ്റി വെച്ചേക്കണേ. ഓ താങ്ക് യു തേള് മാമ. സുബ്രുവിന് പനിയായിരുന്നു. അവനെ കാണാൻ ഞാൻ അവന്റെ വീട്ടിൽ പോയി. അവന് വാങ്ങിച്ചു വെച്ചുന്ന ഓറഞ്ച് മുഴുവൻ ഞാൻ എടുത്ത് കഴിച്ചു. സുബ്രു സന്തോഷവാനായി. ഇനി എന്താ എഴുതും? ഭവാനി അമ്മുമ്മ ശീതളൻ അപ്പുപ്പന്റെ പറമ്പിൽ കയറി തേങ്ങ എടുക്കുന്നു. അത് രസമില്ല. നാട്ടാരെ ഓതി വന്നേ. ഭവാനി അമ്മുമ്മ ദാ പറമ്പിൽ കയറി തേങ്ങ മൊത്തിക്കണേ. ഭവാനി അമ്മുമ്മ തേങ്ങ എടുക്കുന്ന കാര്യം നാട്ടുകാരെ അറിയിച്ച് പക്രു മാതൃകയായി. ഹായ് മാങ്ങ. ആരാ എന്റെ വീട്ടിലെ ചെല്ല കല്ലെറിഞ്ഞ് പൊട്ടിച്ച? തേള് മാമൻ. തേള് മാമ, ഈ കള്ളൊന്ന് പിടിക്കോ? നീ ആടാ വീട്ടിൽ കല്ലെറിഞ്ഞ? അല്ല പിന്നെ നിന്റെ കയ്യിലെങ്ങനെ കല്ല്? കല്ല് ഞാൻ മാവിൽ കല്ലെറിഞ്ഞു, പക്ഷേ ചില്ലാണ് പൊട്ടിയത്. തേളനി മാമൻ സന്തോഷവാനായി. മഴ ഇല്ലാത്തത് കൊണ്ട് കുളത്തിലൊന്നും വെള്ളമില്ല. വെള്ളമില്ലാത്തത് കൊണ്ട് മീനുകളില്ല. മീനുകൾ ഇല്ലാത്തത് കൊണ്ട് തൂണ്ടയിടാൻ ആരുമില്ല. തെങ്ങ് വെട്ടുകാരൻ മാമൻ തെങ്ങിന്റെ മണ്ടയിൽ ഇരിക്കുന്നു. ശിവനന്ദയുടെ അച്ഛനാണ് ആ മാമൻ. മാമനെ നോക്കിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. മാമൻ നിക്കറിത്തിട്ടില്ല. മാമ തെങ്ങിന് പാമ്പ്. ശിവനന്ദ നാളെ സ്കൂളിൽ വരില്ല. മാമൻ തെങ്ങിൽ നിന്ന് വീണു, കാലൊതിന്നു. നേരം രാത്രിയായി. ഞാൻ തിരികെ വീട്ടിൽ വന്നു. വരുന്ന വഴിക്ക് വിശന്ന് വന്ന ഒരു മാമന് ഞാൻ കിൻഡർ ജോയ് മേടിച്ചു കൊടുത്തു. അതിലെ മിഠായി ഞാൻ തിന്നു. ബാക്കി ആ കളിപ്പാട്ടം മാമന് കൊടുത്തു. മാമൻ സന്തോഷവാനായി. ഡേയ് എന്തരായി? രാവിലെ തൊട്ട് തുടങ്ങിയതാണല്ല. തീർന്നു വല്യത്ത. എല്ലാവരും എഴുതി. പക്ഷേ വല്യത്തിനെ പറ്റി മാത്രം എഴുതാൻ പറ്റിയില്ല. ശേ, അത് മോശമായി പോയല്ല മക്കളെ. വല്യച്ഛൻ്റെ പ്രധാനമായിട്ട് എഴുതാനുള്ളത് തന്നല്ലേ. ഇപ്പൊ എഴുതാമേ. വല്യമ്മ ഇങ്ങ് വന്നാ നീ. എന്താടാ? ഇന്നൊക്കെ വല്യത്ത അപ്പത്തെ വീട്ടിലെ സൈലേന്ദ്രി മാമിയത്ത് കുതിക്കഥവെന്ന് സംസാരിക്കുന്നേ ഞാൻ കണ്ട്. വല്യമ്മ കത്തക്കളിപ്പിലാണ്. വല്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. അതുകൊണ്ട് ഞാൻ നാളെ സ്കൂളിൽ വരുന്നില്ല. സുഖം.